ഇനി പ്രിയദർശിനി സൗജന്യ യാത്ര ഒരു മാസം പിന്നിടുമ്പോൾ യാത്രക്കാർക്ക് പറയാനുള്ളത് എന്തെന്ന് കൂടി നമുക്ക് നോക്കാം. ഈ ബസ്സിൽ തൽക്കാലം യാത്രക്കാരെയായി ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പുറത്തെ യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് പെട്ടെന്ന് നോക്കാം. പൊതുജനം സ്പീക്കിംഗ്. സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട്, അവർക്കിത് പ്രയോജനപ്പെടട്ടെ, അല്ലാതെ എല്ലാവർക്കും കൊടുക്കണോട്ടോ താല്പര്യമില്ല. സ്ഥിരം ജോലിക്ക് പോകുന്നവർക്ക് ലാഭമാണ്, പക്ഷേ നല്ല വ്യത്യാസമുണ്ട്, സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗവൺമെന്റിന് നഷ്ടമാകാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് നല്ലൊരു കാര്യമായത്. പക്ഷേ ഇതിനകത്ത് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളും ഇതിൻ്റെ പ്രയോജനം കൊള്ളുന്നുണ്ട്. അപ്പം KSRTCക്കായാലും സർക്കാരിനായാലും കുറച്ച് നഷ്ടം വരും. അതിനൊരു ലിമിറ്റൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു കാര്യമാണ്. എന്താ മിച്ചം പിടിക്കാനാ? വീട്ടിൽ ചിലവില്ലേ? 1 രൂപ എടുത്ത് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ശരിയായിരുന്നു. വീട്ടിൽ ചിലവില്ലെങ്കിൽ ഉള്ള ചിലവാകും, വേറുള്ള ചിലവൊക്കെ. നല്ല തിരക്ക് തുടരുന്നതിനായിട്ടും നല്ലത്. ആദ്യമായിട്ട് കയറുക, ഇതുവരെ കേട്ടില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായമേ ഉള്ളൂ. ഇത് ഒരിക്കലും നിർത്താതെ ഇത് തന്നെ തുടരട്ടെ. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ നീണാൾ വാഴട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല കാര്യമാണ് ചെയ്യുന്നത്, കുഴപ്പമില്ല. ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഫ്രീ ബസ് കിട്ടും. രാവിലെ വരുമ്പോൾ പൈസ കൊടുത്ത് തന്നെ വരണം. എന്ന് വെച്ചാൽ 7:00 ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്രീ കിട്ടൂല. എന്നും അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ നല്ലത് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ദുരിതേ ഉള്ളൂ. കയറിയതിന് ശേഷം പാടേ ഉള്ളൂ. തിരക്കാണ്, നല്ല തിരക്കാണ്. ഈ സമയത്ത് അത്ര തിരക്കില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ബസ്സെല്ലാം ഫുൾ തിരക്കാണ്. 2 വീലർ ഓടുന്നവർ അവർ 2 വീലർ കൊണ്ടുവന്ന് സ്റ്റോപ്പുകളിൽ പാർക്ക് ചെയ്തിട്ടാണ് അവർ ബസ്സിലോട്ട് യാത്ര ചെയ്യുന്നത്. നല്ലതാണ്, പക്ഷെ തിരക്കുമാണ്. തിരക്കില്ലെങ്കിലും ഒക്കെയാണ്. എനിക്ക് തോന്നണത് ഒരു പ്രായം കണക്കാക്കി കൊടുത്താൽ അത്രയും വലിയ ഉപകാരമായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും കൊടുക്കണത് കൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് യാത്രക്കാരുടെ പ്രതികരണങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പെരുമ്പാവൂർ ഡിപ്പയിലുള്ള ഷീല ചേച്ചിയാണ് നമ്മുടെ പ്രിയദർശിനി ബസ് ആദ്യം ഓടി തുടങ്ങിയപ്പോൾ വളയം പിടിച്ചത്. ഫർസ, വാഹനം ഓടിക്കുന്നുണ്ട്, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണമെന്നില്ല, കേൾക്കുന്നതിനും പറയുന്നതിനും കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല, പക്ഷെ എന്റെ ലൈസൻസ് കട്ടാവോ? MVDയോട് നമുക്ക് പറയാം, നമ്മൾ അത്യാധുനിക സ്റ്റുഡിയോ സംവിധാനം ഉപയോഗിച്ചുള്ള പ്രിയദർശിനി ബസ്സാണ് റോഡിൽ ഇറക്കിയിരിക്കുന്നതെന്ന്. മാത്രമല്ല വേറെ യാത്രക്കാരില്ലാത്തതുകൊണ്ട് പരാതി പറയില്ലായിരിക്കും. പറയില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മളെ നേരത്തെ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പം ചേച്ചി പറയുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും അങ്ങനെ അങ്ങനെ ഫ്രീ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്, ഫ്രീയുടെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. നല്ല വരുമാനമുള്ള ആളുകൾ, ഇപ്പൊ ഫർസയെ പോലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ സൗജന്യ യാത്രയുടെ ആവശ്യമില്ല എന്ന് ഫർസ തന്നെ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ 1 മാസം കഴിയുമ്പോൾ ഫർസയുടെ അഭിപ്രായം മാറിയോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പ്രിയദർശിനി കയറിയിട്ടുമില്ല. കാരണം എനിക്കതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം സ്വന്തമായി വണ്ടിയും മറ്റും ഉണ്ട്. അപ്പോൾ അതില്ലാത്ത ഒരു പക്ഷം സ്ത്രീകൾക്ക് ഇത് നല്ലൊരു പദ്ധതി തന്നെയാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഞാൻ ഇതിന്റെ മറ്റൊരു സൈഡ്, ഈ പറഞ്ഞ പോലെ തന്നെ KSRTCക്ക് ഇത് വേറെ രൂപത്തിൽ നഷ്ടം വരുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഇരുന്ന ഒരുപാട് സ്ത്രീകൾ പുറത്തേക്ക് വരുന്നത് ഈ പദ്ധതിയുടെ ഏറ്റവും നല്ലൊരു ഗുണമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പക്ഷേ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ മക്കളൊക്കെ ജോലിക്ക് പോയി, കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ സ്കൂളിൽ പോയി, നമ്മുടെ വീട്ടിലുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. അതിൽ അപ്പൂമ്മമാർ ചിലപ്പോഴാണ് ചായ കുടിക്കാനൊക്കെ പുറത്തേക്ക് പോകും, അങ്ങനെയൊക്കെ ചെയ്യും. അമ്മൂമ്മമാർ മിക്കവാറും അവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റാരും ഇല്ലാത്ത വീടുകളിലൊക്കെ ഇരിക്കുകയാണ്. തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അല്ലെങ്കിൽ ഒരു മ്യൂസിയം ഉണ്ട്, അങ്ങനെയുള്ള പല ഇടങ്ങളിലുണ്ടാവും. ഒരു ലൈബ്രറി ഉണ്ട്, അവിടേക്കൊക്കെ പോകണം തോന്നിയാലേ ആരോടും ചോദിക്കണ്ടല്ലോ, കൈ വീശി ഇറങ്ങി പോകാലോ. അപ്പൊ ഒരു സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് നല്ലതല്ലേ? അതെ, ഞാൻ അതാണ് പറയുന്നത്. പല രൂപത്തില് വീടിന്റെ അകത്തളങ്ങളിൽ തളച്ചിട്ട് ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് ഒരു തരത്തില് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുറെ ആളുകൾ ഇപ്പം വലിയ സഹായമാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആവുന്നൊക്കെ കണ്ടില്ല? അതെ. അപ്പൊ എന്താ തോന്നിയേ? പലരുടെയും കയ്യിൽ മിച്ചം വെക്കാൻ കാശുണ്ടാവുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പലപ്പോഴും ചിലപ്പം ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ടാവും, യാത്രാ ചെലവ് കാരണം ജോലിക്ക് പോവാതിരിക്കുന്ന സ്ത്രീകളുണ്ടാവും. അപ്പോൾ മാസാവസാനം അവരുടെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ പറയുന്നത് മറ്റൊരു തരത്തിൽ ഇപ്പോൾ എനിക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം സ്വന്തമായിട്ട് സ്കൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം വരുമാനമുണ്ട്, ഊബറിന് പോകാം. അപ്പോൾ വരുമാനമുള്ള സ്ത്രീകൾക്ക് സംബന്ധിച്ചത് ആവശ്യം വരുന്നില്ല എന്നുള്ളത് അവർ ഒഴിവാക്കട്ടെ അല്ലേ? അതെ, അതാണെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ശുപാർശ, അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ അല്ലേ? ഇവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം ശ്രദ്ധിച്ചോ? തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടു. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മലബാർ പോലത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ഇത് സക്സസ് ആവുന്നില്ല? അവിടെ ഓർഡിനറി ബസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ
എന്താണ് കുറവുണ്ടായത് കൊണ്ട് തന്നെയല്ലേ അതിന്റെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത്. പിന്നെ തിരക്കുകൾ ഭയങ്കരമായിട്ട് ഒരു അനുപാത പ്രശ്നം ഉണ്ടെന്ന് കാണിച്ചിരുന്നു. പിന്നെ ഇത് സൂപ്പർ ഫാസ്റ്റിലേക്കും മറ്റും പോകും എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം അതിന്റെ ഒരു മുന്നോട്ടുള്ള സാധ്യത എത്രത്തോളം നമുക്ക് പറയാനായിട്ടുമില്ല. യെസ്, ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഓർഡിനറി എന്നുള്ളതാണ് സർക്കാർ ഇത് പ്രഖ്യാപിച്ചത് അല്ലേ? ഓക്കെ. പക്ഷേ ഫർസ, വേറൊരു പ്രശ്നമുണ്ട്. നമുക്ക് റിപ്പോർട്ടിലേക്ക് പോകണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഒരു വിഭാഗം ആളുകൾക്ക് ഗുണം ചെയ്തപ്പോൾ തന്നെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. സംസ്ഥാനത്ത് 3000 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താൻ ഒരുങ്ങുകയാണ്.